നീലക്കടലിൻ്റെ ഭയാനകമായ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഗ്ലാസ് ബോട്ടിലെ അത്ഭുതകരമായ കാഴ്ചകളുമായി ലക്ഷദ്വീപിലേക്ക് നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുകയാണ് ജോബ്സ് വ്ളോഗ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രഭാത ഭക്ഷണം കിലാഞ്ചി. വളരെ നേർത്ത പത്തിരിയാണിത്. അതിനോടൊപ്പം കഴിക്കാനായിട്ട് പഴനുറുക്കും അതുപോലെ പാലും ചേർത്തിട്ടുള്ള കറി. എങ്ങനെയുണ്ട് കിലാഞ്ചി പത്തിരി? അതെ, രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാമോ? ജോൺ ചേട്ടൻ്റെ അഭിപ്രായം എന്താ? കിലാഞ്ചി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? പ്രഭാത ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ അവിടെ ഒരു കപ്പൽ വന്ന് കിടക്കുന്നു തീരത്ത്. അതിന്റെ പുറകിൽ കാണുന്നത് ഷിപ്പാണ്. ഈ അഗത്തിയില് ഈസ്റ്റ് ഫോർട്ടില് ഇന്നലെ വന്ന ഷിപ്പാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. ഈ ദ്വീപിലേക്ക് വരുന്ന ആളുകളെ കൊണ്ടുവരുന്നതും അതുപോലെ ഭക്ഷണ സാധനങ്ങള്, കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റല്, സിമെന്റ്, മരങ്ങളും ഉരുപ്പിടികളും എല്ലാം ഇവിടെ എത്തിക്കുന്നത് ഷിപ്പുകൾ വഴിയാണ്. ഈ ഷിപ്പിന്റെ വരവനുസരിച്ചാണ് ഇവരുടെ ജീവിതം. ഞങ്ങൾ പതിവ് പോലെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പടിഞ്ഞാറ് ഭാഗത്തുള്ള ബോട്ട് ജെട്ടിയിലേക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ റോഡ് കാണാം, ഇവിടുത്തെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാം, ബിൽഡിങ്ങുകൾ. ഇത് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ടൗണാണ് കേട്ടോ. ഇത് സ്കൂളാണ്, +2 വരെയുള്ള സ്കൂൾ ഇവിടെ ഉണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ, ഗ്യാസ്, പെട്രോൾ ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ, മത്സ്യവും പച്ചക്കറികളൊക്കെ വിൽക്കുന്ന ചെറിയ കടകൾ, ഒരുപാട് പുതിയ വീടുകൾ, ബിൽഡിങ്ങൊക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ് ഇത്. ദ്വീപിൻ്റെ ഏറ്റവും വീതി കൂടിയ ഒരു ഭാഗം കൂടിയാണ്. മെഡിക്കൽ ഷോപ്പുകൾ, ആരോഗ്യ കേന്ദ്രം, ഇതൊക്കെ ഇവിടെയാണുള്ളത്. ഇവിടെ തന്നെയാണ് മ്യൂസിയം ഉള്ളത്. ദ്വീപിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്, അത് ഇവിടെ തന്നെയാണ്. ഉണക്കിയ മാസ് എന്ന് അറിയപ്പെടുന്ന മീൻ അച്ചാറുകൾ, വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ, അതൊക്കെ ഇവിടെ തന്നെയാണുള്ളത്. എല്ലാറ്റിനും വില കുറച്ച് കൂടുതലാണ് കേട്ടോ, കാരണം കേരളത്തിൽ നിന്ന് ഷിപ്പ് ചെയ്ത് കൊണ്ടുവരണ്ടേ. ഇവിടെ ഇടത്തെ ഭാഗത്തായിട്ട് നമുക്ക് കളക്ടറേറ്റ് കാണാം. ഈ ബിൽഡിങ്ങാണ് കളക്ടറേറ്റ് എന്ന് പറയുന്ന ബിൽഡിങ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ബോട്ട് ജെട്ടിയിൽ എത്തിക്കഴിഞ്ഞു. ഈ ബോട്ട് ജെട്ടിയോട് ചേർന്നുള്ള ഒരു മൈതാനം പോലെയുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ കടൽ തീരം, ഇവിടെയാണ് ഇവിടുത്തെ പ്രധാന സമ്മേളനങ്ങൾ, പൊതുപരിപാടികളൊക്കെ നടത്തപ്പെടാറുള്ളത്. നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ മെയിൻ ബോട്ട് ജെട്ടി. ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. ചായയിൽ പാൽപ്പൊടിയല്ലേ ഉപയോഗിക്കുന്നത്? പാൽപ്പൊടിയല്ലേ? പാല് കിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ കിട്ടൂല. പാൽപ്പൊടി ചായ കുടിക്കുന്നു. പാൽപ്പൊടി ചായ. ഹലോ ഗൈസ്, ചായ കുടിക്കുകയാണ് ഗൈസ്. ഒന്നും തിരക്കുടിയാണ് ഗൈസ്. ചായയാണ് ഗൈസ്, ഇത് ചായ മാത്രമാണ് ഗൈസ്. ഇവരെ കൊണ്ട് തോറ്റു ഗൈസ്. ഗ്ലാസ് ബോട്ടിംഗ് ആണ് അടുത്ത പരിപാടി കേട്ടോ. ഗ്ലാസ് ബോട്ടിംഗ് അടുത്ത പരിപാടി. ഗ്ലാസ് ബോട്ടിൽ കടലിൻ്റെ താഴെ മീനുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ടുള്ളൊരു യാത്ര, അതാണ് ഗ്ലാസ് ബോട്ടിംഗ് എന്ന് പറയുന്നത്. 6-8 പേരുണ്ടാവും. ഇതെന്താ? ഇലാഞ്ചി. റോൾ ചെയ്ത് അപ്പോൾ ഓരോ ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഞങ്ങൾ കടൽ തീരത്തേക്ക് പോവുകയാണ്. ഞങ്ങൾക്കുള്ള ഗ്ലാസ് ബോട്ട് അവിടെ എത്തിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ 10 പേരുണ്ട് കേട്ടോ, മൊത്തം 10 പേരുണ്ട്. ഞങ്ങൾ 6 പേര്, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വന്നിട്ടുള്ള 2 പേര്, പിന്നെ വേറെ 2 പേരും കൂടിയിട്ട് മൊത്തം 10 പേരായിട്ടാണ് ഈ യാത്ര പോകുന്നത്. 3500 രൂപയാണ് ഈ ബോട്ടിനെ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് 350 രൂപ വരും. ഈ ഗ്ലാസ് ബോട്ട് നമ്മളെ ഇവിടേക്ക് കൂടി കൊണ്ടുപോകും, അതായത് കൽപ്പിറ്റി ദ്വീപിലേക്ക് കൂടി കൊണ്ടുപോയിട്ടാണ് തിരിച്ചു വരിക. അതുകൊണ്ട് ഈ 350 രൂപ എന്ന് പറയുന്നത് തീരെ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കടലിലൂടെ ഏകദേശം 3/4 മണിക്കൂറോളം അങ്ങോട്ട് യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചും അതുപോലെ ഇങ്ങോട്ട് വരണം. ചെറിയ ബോട്ടുകളുണ്ട് കേട്ടോ, 6 പേർക്ക് പോകാവുന്നത്, 4 പേർക്ക് പോകാവുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് വലുത് തന്നെ സെലക്ട് ചെയ്തു. അതാണല്ലോ സേഫ് എന്ന് കരുതിയിട്ട്. കടലിൽ പോകുമ്പോൾ കുറച്ച് വലിയ ബോട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ. ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്.
ഇതാണ് നമ്മുടെ ബോട്ട്. ഇതാണ് നമ്മുടെ ഗ്ലാസ് ബോട്ട്. അത് നനയൊക്കെ ചെയ്യും. കടലൊക്കെ ആകുമ്പോൾ പാൻറ്റൊക്കെ നനയും കേട്ടോ. വണ്ടി കരയിക്കാൻ കരയിലേക്ക് കയറിയെന്ന് ചോദിക്കണേ. നമ്മുടെ മനോഹരമായ യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കാലിനടിയിൽ നമുക്ക് മത്സ്യങ്ങളെ കാണാം, പവിഴപ്പുറ്റ് കാണാം, കടലിൻ്റെ ഉള്ളറകൾ കാണാം. നല്ല കാഴ്ചകൾക്ക് വേണ്ടി എല്ലാവരും കണ്ണും നട്ട് ഇരിക്കുകയാണ്. ഈ ഗ്ലാസ് സൂം ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും. ഈ മത്സ്യങ്ങളെ കുറച്ചും കൂടി അടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂം ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറേശ്ശെ പവിഴപ്പുറ്റുകളൊക്കെ കണ്ടു തുടങ്ങി. കടലിനടിയിലെ ചെടികൾ, പുറ്റുകളൊക്കെ കണ്ടു തുടങ്ങി. മീനുകളെ കണ്ടിട്ടില്ല. ആമകളെയൊക്കെ കണ്ടായിരുന്നു. പക്ഷെ എനിക്കിതിനകത്ത് പിടിക്കാൻ പറ്റിയില്ല, പകർത്താനായിട്ട് പറ്റിയില്ല. 1-2 വലിയ ആമകളെ കണ്ടിരുന്നു, കടലാമകളെ കണ്ടിരുന്നു കേട്ടോ. അതായത് കുഞ്ഞൻ മീനുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞൻ മീനുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ കൈവിരൽ പോലെയുള്ള ഈ കോറൽസിനെ ഫിംഗർ കോറൽസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ ബ്രെയിൻ പോലെയുള്ള കുറച്ച് കോറൽസ് ഉണ്ട്. അതിനെ ബ്രെയിൻ കോറൽസ് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോൺസ് എന്നൊക്കെ അവർ വിളിക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബ്രെയിൻ പോലെയാണ് അതൊക്കെ ഇരിക്കുക കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ പറയാറില്ലേ മുത്തുച്ചിപ്പി, പവിഴപ്പുറ്റ്, ഈ വക സംഗതികളാണ് ഇതൊക്കെ കേട്ടാ. പലതും കല്ല് പോലെയൊക്കെ ഇരിക്കുന്നെങ്കിലും ഒക്കെ ജീവനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടാ. എന്തെല്ലാം ജൈവ വൈവിധ്യങ്ങളാണല്ലേ. മക്കളെ ബാ 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 ബാ. ഓ ജോൺസേട്ടാ, ഇതൊക്കെ കാറിലെത്തിരുന്ന കാണാൻ പറ്റില്ല കേട്ടാ. ഇവിടെ തന്നെ വരണം, ലക്ഷദ്വീപിൽ തന്നെ വരണം. ഈ കോറൽസും മത്സ്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ബോട്ട് ഓഫ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോട്ടിനടുത്ത് മറ്റ് ബോട്ടുകളും ഉണ്ട് കേട്ടോ. അതിങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മത്സ്യങ്ങളുള്ള സ്ഥലത്ത് കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓഫ് ചെയ്തിടും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ കുഞ്ഞു മത്സ്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ബോട്ടിൻ്റെ അടിയിലേക്ക് ഇവർ ബിസ്ക്കറ്റ് പൊടി ഇടും. ഇതൊക്കെ കടലിനടിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കടൽ ജീവജാലങ്ങളാണ് കേട്ടോ. കടൽ ജീവികൾ, കടൽ ജീവജാലങ്ങൾ. ഇതിനുള്ളിലൊക്കെ ഒരുപാട് ജീവനുള്ള മത്സ്യങ്ങൾ, ഒരുപാട് കടൽ ജീവികളൊക്കെ വസിക്കുന്ന സ്ഥലമാണ്. ഏഞ്ചൽ, 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 ഓ ഏഞ്ചൽ. പവിഴപ്പുറ്റുകളും മീനുകളും തേടിയുള്ള യാത്ര തുടരുകയാണ്. കുറച്ച് അങ്ങോട്ട് മാറി നോക്കാനുള്ള പരിപാടിയാണ്. ഇനി കൂടുതൽ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ആളുകളൊന്നും അങ്ങനെ തിരക്ക് പിടിച്ച ആൾക്കാരല്ല കേട്ടോ. അവർ ഈ പണി വേഗം കഴിച്ച് പോകാൻ അങ്ങനെയൊന്നും നോക്കില്ല. വളരെ സാവകാശം നമ്മളെല്ലാം കാണിച്ചു തരാനുള്ള ഒരു ക്ഷമയൊക്കെയുള്ള ആളുകളാണ് ഇവിടുത്തെ ആളുകൾ. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ നിന്നൊക്കെ നോക്കിയില്ലേ നമ്മൾ, അതുപോലെയുള്ളൊരു ഫീലാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലെ തോന്നുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കാലുകൾ വഴുക്കലുണ്ട് കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റിയിട്ടു ബോട്ട്, കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നീക്കിയിട്ടു. അതന്നെ അതന്നെ അതന്നെ. കുറച്ചുകൂടി മീനുകളെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ക്യാമറ ബോട്ടിൻ്റെ അടിയിലേക്ക് പിടിച്ചുവിട്ട് നോക്കിയപ്പോൾ ബോട്ടിൻ്റെ അടിപ്പരപ്പ് കാണുന്നില്ലേ, കണ്ട ആ ഗ്ലാസും അതുപോലെ ബോട്ടിൻ്റെ അടിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുറച്ച് അധികം മത്സ്യക്കൂട്ടങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ നമ്മൾ
ക്യാമറ കടലിനടിയിലേക്ക് മുക്കി പിടിച്ചു. അപ്പോൾ നോക്കിയാൽ ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങനെ വരിയായിട്ട് ഡിസ്കവറി ചാനൽ കാണുന്ന പോലെ ഇല്ലേ? എന്ത് രസമല്ലേ. ഈ ഗ്ലാസ് ബോട്ട് യാത്ര ഒരു കിടിലൻ പരിപാടി തന്നെയാണ് കേട്ടോ. അത് ഇവിടുന്ന് പോകുന്ന ഏത് പാക്കേജ് ആണെങ്കിലും ഏത് പരിപാടിയാണെങ്കിലും അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ്. വെള്ളത്തിലിറങ്ങാതെ തന്നെ മീനുകളൊക്കെ നോക്കിയാൽ മീൻകൂട്ടങ്ങൾ അയ്യോ നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മനോഹരമായ കാഴ്ചകളാണ് ലക്ഷദ്വീപിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഷിപ്പിലൊക്കെ വരാൻ പറ്റുകയാണെങ്കിൽ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റും. എന്ത് രസം നോക്കിയാൽ എൻ്റെ പൊന്നു. അയ്യോ, മുകൾപ്പരപ്പിൽ ആടി ഉലയുന്ന മറ്റു ബോട്ടുകൾ ഞങ്ങളുടെ കൂടെയുള്ള ബോട്ടുകളാണ് കാണുന്നത്. എങ്ങോട്ട് നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ്. പച്ചക്കടൽ. ഒന്നുകൂടി ബോട്ടിനടിയിലേക്ക് ക്യാമറ നീക്കിയിട്ടാണ്. എല്ലാം മനോഹരമായ കാഴ്ചകൾ തന്നെ. ഒന്നിനൊന്ന് മെച്ചം. ഞങ്ങളുടെ കപ്പിത്താൻ അവിടെ നിൽപ്പുണ്ട്. ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ആൾക്ക് എൻജിൻ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്ക് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മുടെ കപ്പിത്താൻ അവിടെ അങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ നേരെ വെച്ച് പിടിപ്പിക്കുന്നത് കൽപ്പിറ്റി ദ്വീപിലേക്കാണ് കേട്ടോ. ആൾതാമസമില്ലാത്തൊരു ദ്വീപിലേക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ, അവിടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലെ 36 ദ്വീപുകളിൽ ഏകദേശം 10 ദ്വീപുകളിൽ മാത്രമാണ് ആൾതാമസമുള്ളത് അല്ലെങ്കിൽ ജനവാസമുള്ളത്. നമ്മുടെ കപ്പിത്താൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബോട്ടിലൊക്കെ എടുത്ത് കടൽ വെള്ളം കുറച്ച് പിടിച്ചു. പച്ചവെള്ളം ഉണ്ടല്ലോ, പച്ചവെള്ളം കുറച്ച് പിടിച്ച് ഗ്ലാസിൻ്റെ അവിടേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. കാരണം അതിൻ്റെ മേലെ കൊണ്ടൊഴിച്ച് കഴിഞ്ഞാലേ ഒന്ന് ക്ലിയർ ആവും, അവിടെ കാഴ്ച ഒന്നുകൂടി വ്യക്തമാവും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് ക്ലീൻ ചെയ്യാം, നല്ല ഭംഗിയായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലക്ഷദ്വീപിലെ ഈ മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്. ബൈ.